ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ വിശേഷം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സുധീഷ് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ്, നിധിയോട് വിവരിക്കുക കേട്ടോ. അപ്പം പെട്ടെന്ന് രാജീവ് ചോദിക്കുകയാണ്, ആരാ സുധീഷ് നിന്നെ തട്ടിക്കൊണ്ടു പോയത്? അവനെ ഒരുത്തനെ പോലും വെറുതെ വിടില്ല, നീ ആരാന്ന് പറ, ഞങ്ങൾ ബാക്കി കാര്യം ചെയ്തോളാം എന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് പറഞ്ഞു, നിങ്ങൾ ആരും ഒന്നും ചെയ്യേണ്ട, അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ സുധീഷ് എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാതെ നിൽക്കുന്ന രാജീവിനെ കാണാം. ഈ നിമിഷത്തിൽ തന്നെ സുധീഷ് ഹരീഷിനെ വിളിക്കുകയാണ്. അപ്പോൾ ഹരീഷ് ഗുണ്ടയുമായിട്ട് അകത്തേക്ക് കയറുന്നു. ഗുണ്ടയെ കണ്ടപ്പോൾ തന്നെ നല്ല ജീവൻ പോകുന്ന രാജീവിനെയും അരുണയെ കാണുന്നുട്ടോ. ആ സമയത്ത് പെട്ടെന്ന് നിധി ചോദിക്കാൻ, എന്താ സുധീഷ് ഇത് ഇവിടെ എന്താ സംഭവം നടക്കുന്നത്? ഹരീഷ് നികേഷ് എന്താണ് ഇവിടെ നടക്കുന്നത്, എന്ന് പറയടാ എന്ന് പറയാണ്. ഈ സമയത്ത് പെട്ടെന്ന് നികേഷ് പറയാണ്, ഏട്ടത്തി മറ്റൊന്നുമല്ല, സുധീഷേട്ടനെ ചതിച്ചതും സുധീഷേട്ടനെ തട്ടിക്കൊണ്ടുപോയതും പണം അപഹരിച്ചതും മറ്റാരുമല്ല, ഏട്ടത്തിയുടെ അച്ഛനും ചേട്ടനും കൂടി ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിധി ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഹരീഷ് പെട്ടെന്ന്, ഹരീഷ് അല്ല, നമ്മുടെ രാജീവ്, ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ, എന്തിനാണ് എൻ്റെ മോൾ എൻ്റെ പണം ഞാൻ തട്ടിയെടുക്കുന്നത്, എന്തിനാണ് ഞാൻ സുധീഷിനെ തട്ടിക്കൊണ്ടു പോകുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ല കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് സുധീഷ് പറയാണ്, അങ്ങനെയൊക്കെ പറയാൻ മറത്തേ, ബാക്കി കാര്യം തെളിവ് നിങ്ങൾക്ക് വേണ്ടേ, ആരാണ് തട്ടിക്കൊണ്ട് പോയതെന്നും ആരാണ് പണം കൊണ്ടുപോയി എടുത്തോണ്ട് പോയതെന്നൊക്കെ നിങ്ങൾക്ക് തെളിവ് വേണ്ടേ? അതിനു വേണ്ടി പറ്റിയ ഒരു തെളിവാണ് ഈ നിൽക്കുന്നവൻ. ഇവനാണ് എല്ലാം പറയും, ഇവനെല്ലാം പറയും. നിധി നീ കേട്ടോണം, ആരാണ് തട്ടിക്കൊണ്ടു പോയതെന്നും ആരുടെ ആജ്ഞപ്രകാരമാണ് ഇതൊക്കെ ചെയ്തതെന്നും ഇവൻ പറയും എന്ന് പറയണം. അന്നത്തെ സുധീഷ് നേരെ ഈ ഗുണ്ടയുടെ അടുക്കിലേക്ക് ചെല്ലുക. അപ്പം ഗുണ്ടയോട് പറയണം, നടന്ന കാര്യം അതേപോലെ പറഞ്ഞോണം, മുമ്പേ കിട്ടിയതൊന്നും പോരെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയും ചെറിയ വ്യത്യാസം വരുത്തിയാൽ മുമ്പേ കിട്ടിയതിൻ്റെ ഇരട്ടി, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയാനും ഞാൻ മടിക്കില്ല എന്ന് പറഞ്ഞ് കൈ ഓങ്ങുകയും. ഈ സമയത്ത് പെട്ടെന്ന് കൈ ഓങ്ങിയപ്പോൾ തന്നെ ഈ ഗുണ്ട പേടിച്ചു പോയിട്ട്, കാരണം ഒരുപാട് തല്ലുകൾ സുധീഷിൻ്റെ കയ്യിൽ നിന്നും ഹരീഷിൻ്റെ കയ്യിൽ നിന്നും നികേഷിൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞോളാം എന്ന് പറയണം. അപ്പോൾ ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഈ രാജീവിന് മനസ്സിലായി, ഇവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയും, നിധിയുടെ മുൻപിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞൊടിയിടയിൽ ഒരു നാടകം കടിക്കുക, ഓടിച്ചെന്ന് രാജീവ് ഈ ഗുണ്ടയുടെ ചെവിക്കലിന് തീർത്ത് ഒറ്റയടി അടിക്കുകയാണ്. നീയാണോടാ സുധീഷിനെ തട്ടിക്കൊണ്ടു പോയത്, എവിടെയാണ് ഞങ്ങളുടെ പണം എന്ന് ചോദിച്ച് പെട്ടെന്ന് ഈ ഗുണ്ടയ്ക്കിട്ട് അടിക്കുകയും എന്നിട്ട് പതിയെ കണ്ണിറുക്കി കാണിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. ഈ സമയത്ത് വീണ്ടും വീണ്ടും അടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സുഭാഷ് ഇതിനിടയ്ക്കായിട്ട് കയറിയാണ്, മതി അഭിനയം മതി എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് അരുണും പറയണം, മാറി വയ്ക്കണം, അവിടെ അങ്ങോട്ട് മാറി വയ്ക്കാൻ പറയാണ്. അപ്പം പെട്ടെന്ന് രാജീവിന് അരുണിനെ പിടിച്ച് ഹരീഷും സുധീഷും കൂടെ തള്ളി മാറ്റുക കേട്ടോ. തള്ളി ആ സോഫയിലിട്ട് ഇടുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. ഈ സമയത്ത് രാജീവിനോട് പറയാം, നാടകമൊക്കെ ബെസ്റ്റായിട്ട് നല്ല സൂപ്പറാകുന്നുണ്ട്, പക്ഷെങ്കിൽ ക്ലൈമാക്സ് അത്ര ശരിയായില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം നിധിയോട് പറയാണ്, നിധി ഇവൻ പറയും കാര്യങ്ങൾ എന്ന് പറയടാ എന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്ന് ഈ ഗുണ്ട നിധിയോടായിട്ട് എല്ലാവരോടുമായിട്ട് പറയാണ്, എന്നോട് ക്ഷമിക്കണം, ഞങ്ങളല്ല ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത് രാജീവ് സാറും അരുൺ സാറും കൂടിയാണ് സുധീഷ് ഇന്ന സമയത്ത് ഇന്ന വാഹനത്തിൽ വരുമെന്നും വഴിയിൽ വെച്ച് അവനെ തടയണമെന്നും പണം തട്ടിയെടുത്ത് ഞങ്ങളെ ഈ തിരിച്ചേൽപ്പിക്കണമെന്നും അതിനുശേഷം ഇവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം അല്ലെങ്കിൽ അപായപ്പെടുത്തണമെന്നും ആണ് ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ. അതിന് പ്രകാരം ഞങ്ങൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയണം. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിധി ഞെട്ടിപ്പോയി കേട്ടോ. തൻ്റെ അച്ഛനും ചേട്ടനും കൂടെ സുധീഷിനെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് രാജീവിൻ്റെ മുഖത്തേക്ക് നിധി നോക്കുക കേട്ടോ. അപ്പം നിധിയോട് പെട്ടെന്ന് ഓടി വന്ന് പറയാം, മോളെ ഇത് വിശ്വസിക്കരുത്, ഇവർ കള്ളമാണ് പറയുന്നത്, ഇവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് കളിക്കുന്ന ഒരു നാടകമാണ്. ഞാൻ എന്തിനാണ് മോളെ സുധീഷിനെ തട്ടിക്കൊണ്ടു പോകുന്നത്? അതുമല്ല, ഞാൻ കൊടുത്തുവിട്ട പണം എന്തിനാണ് ഞാൻ തട്ടിയെടുക്കുന്നത്? അതിൻ്റെ വല്ല കാര്യമുണ്ടോ? നീ ഒന്ന് ചിന്തിച്ചേ. ഇവർ പറയുന്ന എല്ലാം നുണയാണ്, ഇവർക്ക് ബുദ്ധിയില്ല, അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നതെന്ന് പറയാം. അച്ഛാ, ഈ നടന്ന കാര്യം ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല മോളെ, അങ്ങനെയൊന്നും നടന്നില്ല എന്ന് പറയാണ്. അപ്പം പെട്ടെന്ന് അരുണും കൂടെ വന്നു, നിധി നീ ഇതൊന്നും വിശ്വസിക്കരുത്, ഇവരുടെ ചേട്ടന്മാരും കൂടി നടത്തുന്ന ഒരു നാടകമാണ്. ഇവർ ഒരുമിച്ച് പണം തട്ടി മാറ്റിയിട്ട് നമ്മുടെ മുൻപിൽ വന്ന് അഭിനയിക്കുന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ അരുൺ ഒത്തിരി അകലെ നിന്ന് പെട്ടെന്ന് വേഗത്തിൽ നടന്ന് നിധിയുടെ അടുക്കിലേക്ക് വരിക. അപ്പം നിധി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം
അതുവരെയും ഈ അരുണിന്റെ കാല് നടക്കാൻ വയ്യായിരുന്നു. ഒരാൾ പിടിച്ചാൽ മാത്രമേ നടക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷെങ്കിൽ ഈ സംഭവം നടക്കുമ്പോൾ ഈ അരുൺ വേഗത്തിൽ നടന്നു വരുന്ന നിധിയുടെ ശ്രദ്ധയിൽപ്പെടുകയും എന്നിട്ട് നിധിയോട് പറയും, ഓളെ നീ കയറിപ്പോകും, ഈ കാര്യം ഞങ്ങളേറ്റോളാം, ഇവന്മാരെ കള്ളന്മാരെ ഇവന്മാരെ പോലീസിൽ ഏൽപ്പിച്ചോളാം, അല്ലെങ്കിൽ ബാക്കി കാര്യം ഞങ്ങളേറ്റോളാം, നീ കയറി പോകാൻ പറയാം അമ്മയോട്. അതിനുശേഷം അരുൺ തൻ്റെ അമ്മയോട് പറയണം, അമ്മേ ഇവിടെ കൊണ്ട് കയറിപ്പോ, ഞങ്ങൾ ബാക്കി കേസ് ഏറ്റോളാം എന്ന് പറയാം. അപ്പം നിധി പോകാൻ കൂട്ടാക്കാൻ നിൽക്കുക. അപ്പം നിധിയുടെ അമ്മ വിളിക്കുന്നു, വാ മോളെ നമുക്ക് പോകാം, അവനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളും എന്ന് പറയണം. അപ്പം പെട്ടെന്ന് നിധി തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന അമ്മയുടെ കൈ തട്ടി മാറ്റുകയാണോ. അതിനുശേഷം പെട്ടെന്ന് അരുണും വന്ന്, നിധി നീ കയറിപ്പോ, ഇവിടെ ഈ കേസിൽ ഇവന്മാരെല്ലാം കള്ളന്മാരാണ്, ഈ കേസ് ഞങ്ങൾ ഏറ്റോളാം എന്ന് പറയാണ്. പെട്ടെന്ന് നിധി ചോദിക്കുകയാണ്, ഈ അരുണിനോട് ചോദിക്കുകയാണ്, ചേട്ടൻ്റെ കാലിൻ്റെ വേദനയൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഈ അരുൺ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ഇതുവരെയും ചട്ടിക്കൊണ്ട് നടന്ന അരുൺ നിധിയുടെ അടുക്കിലേക്ക് സ്പീഡിലാണ് വെപ്രാളത്തിൽ വന്നത്. അത് നിധി ശ്രദ്ധിച്ചു എന്ന് അപ്പോഴാണ് ഈ അരുണ് മനസ്സിലായത്. അപ്പോൾ പെട്ടെന്ന് അരുൺ പറയാണ്, ഇല്ല മോളെ, ഇല്ല നിധി, ഇല്ലടി, ഞാൻ എൻ്റെ കാലിന് വേദനയുണ്ട്, ഞാൻ പെട്ടെന്ന് മറന്നുപോയതാണ് എന്ന് പറയാണ്. വേദനയൊക്കെ മറന്നു പോവോ എന്ന് ചോദിച്ച് നിധി ഒരു കളിയാക്കി ചിരിയും. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത കാര്യമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഈ രാജീവും എന്ന് പറയും, മോളെ നീ വിശ്വസിക്കരുത്, നിന്നെ ഈ ഒരു കാരണവശാലും വിശ്വസിക്കില്ല, ഇവന്മാരെല്ലാം പറയുന്ന പച്ചക്കള്ളമാണ്, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, ഇവനെ ആർക്കോ കാശ് കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു ഗുണ്ടയാണ്, ഇവനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ലെന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ഗുണ്ട പറയാണ് പൈസ കൊടുത്ത കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ നിധിക്ക് മനസ്സിലായി സുധീഷിനെ തട്ടിക്കൊണ്ട് പോകുവാനും അതുപോലെ സുധീഷിനെ ഇല്ലാതാക്കുവാനും ഇവർ തന്നെയാണ്, തൻ്റെ അച്ഛനും ചേട്ടനുമാണ് ശ്രമിച്ചതെന്ന് മനസ്സിലാക്കുക. ഈ സമയത്ത് സുധീഷിനോട് ചോദിക്കുന്നത്, സത്യമാണോ സുധീഷ്, ഈ ഞാൻ കേട്ട കാര്യം സത്യമാണോ എന്ന് ചോദിക്കുക. അതേ നിധി, ഇത് മാത്രമല്ല, നിനക്കൊരു കാര്യം അറിയാമോ, ഞാൻ നമ്മുടെ വീട്ടിലേക്ക് നിന്റെ അച്ഛൻ വന്നത് തന്നെ നമ്മളെ രണ്ടുപേരെയും രണ്ടാക്കി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് നിന്നെ എങ്ങനെയെങ്കിലും അടർത്തി മാറ്റുവാൻ വേണ്ടിയായിരുന്നു. ഒരു ദിവസം കാറിൽ വെച്ച് ഇദ്ദേഹത്തെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഇദ്ദേഹം ഞാനുമായിട്ട് ഒരു 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 പന്തായമല്ല ഭീഷണി മുഴക്കിയായിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ നിധിയെ നിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുപോകും, നിന്നെ പൂർണ്ണമായിട്ടും നിധി തള്ളിപ്പറയുമെന്നും പറഞ്ഞ് ഒരു ഭീഷണിപ്പെടുത്തിയായിരുന്നു. പക്ഷെങ്കിൽ അത് ഇത്രത്തോളം എത്തുമെന്ന് ഞങ്ങൾ ഓർത്തില്ല, ഇത്രത്തോളം വലിയ ചതിയിലെത്തുമെന്ന് ഞങ്ങൾ ആരും ഓർത്തില്ല. ഞാൻ ഈ കാര്യം ഹരീഷിനോടും പറഞ്ഞതാണ്. അപ്പോൾ ഹരീഷും പറഞ്ഞതാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ. പക്ഷേ ഈ ഇത്രയും വലിയൊരു ചതി നമ്മുടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല, കരുതിയില്ല. അതുമാത്രമല്ല, നിനക്കറിയാമോ, ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ നിന്റെ മുൻപിൽ വെച്ച് എന്നോട് സ്നേഹമായിട്ട് ഇടപെടുകയും നീ ഇല്ലാത്ത സമയത്ത് എന്നെ ക്രൂരമായി ഇവർ മർദ്ദിക്കുകയും അതുപോലെ അവഗണിക്കുകയും എൻ്റെ വീട്ടുകാരെയും എന്നെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങളും പറഞ്ഞിരുന്നു എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് നിധി അരുണിൻ്റെ നേരെയും തൻ്റെ അച്ഛൻ്റെ നേരെയും തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇതൊക്കെ ശരിയാണോ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. ഇനി നിധിയുടെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ രാജീവും അരുണും തല താഴ്ത്തി നിൽക്കുന്നത് കണ്ടതേ നിധിക്ക് മനസ്സിലായി, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് തൻ്റെ അച്ഛനും ചേട്ടനുമാണെന്ന്. അതിനുശേഷം നിധി പറയാണ്, ഇനി ഇത്രയും കാലം ഞാൻ എൻ്റെ അച്ഛനെയും ചേട്ടനെയും അമ്മയൊക്കെ എൻ്റെ സ്വന്തമായിട്ട് കണ്ടു, പക്ഷെങ്കിൽ ഇനിയൊരു നിമിഷം പോലും ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല. എനിക്ക് പേടിയാണ് നിങ്ങളെ കാണുന്നതൊക്കെ, നിങ്ങളെ കാണാൻ പേടിയോ അറപ്പും തോന്നുകയാണ്. എങ്ങനെ തോന്നി നിങ്ങൾക്ക്? എന്നോട് സ്നേഹം ഉണ്ടായിട്ടാണോ നിങ്ങൾ ഈ കാര്യം ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ഇപ്പം രാജീവ്, മോളെ നീ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നെ മോളെ നീ വിളിച്ചേക്കല്ലേ, നീ ഇത്രയും കാലം ഞാൻ കരുതി എന്നോട് സ്നേഹമുണ്ടായിരിക്കുമെന്നാണ്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുവാൻ, നിങ്ങളുടെ അഭിമാനം കാക്കുവാൻ, അതിനുവേണ്ടി മാത്രമാണ് എന്നെ വീട്ടിൽ വന്ന് കാണുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്ത് എന്നെ വളർത്തുകയും ചെയ്തതെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് പറയുകയും, അങ്ങനെ ഇനി ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനും ഇങ്ങനെ ഒരു അമ്മയും ഒരു ചേട്ടനും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഇനി ഈ പടി കയറില്ല എന്ന് പറഞ്ഞ് നിധി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് അതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ട് തന്നെ മുറിയിലേക്ക് പോകുമ്പോൾ വീണ്ടും അവിടെ വാക്കുതർക്കമുണ്ടാകുന്നു. ഈ സമയത്ത് നിമിഷ നേരംക്കുള്ളിൽ നിധി തൻ്റെ ബാഹ്യം ഫയലും ഒക്കെ ആയിട്ട് ഇറങ്ങി വരികയും എന്നിട്ട് പറയും, ഇനി ഈ സമയത്ത് നിധിയുടെ അമ്മ വീണ്ടും പിടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് വിടാൻ പറയുകയും, നിങ്ങളെ കാണുന്ന എനിക്ക് അറപ്പ് തോന്നുകയാണ് എന്ന് പറഞ്ഞ നിധിയുടെ അമ്മയോട് എതിർത്ത് നിൽക്കുകയും ചെയ്തതിന് ശേഷം സുധീഷും ഹരീഷും സുഭാഷിനോടൊപ്പം നിധി ആ പടി വിട്ട് ഇറങ്ങുന്ന ഒരു രംഗമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ അങ്ങനെ പോകുന്ന സമയത്ത് ഈ വെളിയിലേക്ക് ഇറങ്ങിപ്പോയ ഈ സമയത്ത് ഓടി വന്ന് നികേഷ്
നികേഷ് അല്ല, നമ്മുടെ സുഭാഷ് വന്ന് നിധിയുടെ കയ്യിൽ നിന്ന് ആ വായ്പ മേടിക്കുകയും അങ്ങനെ അവിടുന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ഭാഗമുണ്ട്. അങ്ങനെ വെളിയിൽ ചെന്ന് കഴിഞ്ഞ് സുധീഷ് ഇപ്പോൾ വരാം, സുഭാഷയുടെ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോവുകയും കയറി ചെന്നപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുകയാട്ടോ. തിരിച്ചു വന്ന എന്തിനാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഓടി വന്ന് ഈ അരുണിൻ്റെ മുഖം നോക്കി ഒരു ഒറ്റയടിയും കൊടുക്കുന്ന ഒരു ഭാഗമൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.